ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫിലിമിന് പോവുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ഫിലിമിന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇവനെന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നെസ്റ്റോലോട്ട് വന്നതാണ് കേട്ടോ. ഇവന് കാണുമ്പോൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നല്ല ഉറക്കമായിരിക്കും. അപ്പോൾ അങ്ങനെ അവനുള്ള സ്നാക്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ മെട്രോനാണ് പോകുന്നത്. ഞങ്ങൾ നാട്ടിലുള്ള സമയത്താണ് ലോക ചാപ്റ്റർ 1 റിലീസാവുന്നത്. അങ്ങനെ നാട്ടിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ മൊത്തം തിരക്കായതുകൊണ്ട് തന്നെ അതിനും പറ്റിയില്ല. അങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ലോക ചാപ്റ്റർ ഫുള്ളാണ് കേട്ടോ, ഹൗസ്ഫുള്ളാണ് ഫിലിം. അങ്ങനെ 2-3 ദിവസം ഞാൻ നോക്കി കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ലാസ്റ്റ് സാറ്റർഡേ ഈവനിങ് ഷോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിലെത്തുന്നത് കേട്ടോ. അങ്ങനെ ഒരു 3 മണിക്ക് ഞാൻ ഷോ നോക്കിയ സമയത്ത് ഒരു 6 ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാർഡൊക്കെ എടുത്ത് പതുക്കെ അങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ 6 ടിക്കറ്റും പോയി. അങ്ങനെ എന്താ പറയുക, ലോക കാണാനുള്ള ആഗ്രഹം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാൾട്ടിക്ക് ബുക്ക് ചെയ്തു. അങ്ങനെ ബാൾട്ടിക്ക് ബുക്ക് ചെയ്തു. ഞങ്ങളിതാ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം ഞങ്ങൾ അവിടെ പോയി ഇരുന്നു. അവിടെ ഇരുന്ന സമയത്തുണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഫിലിം കാണാൻ അലൗ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രക്ഷയില്ലാതായപ്പം ലാസ്റ്റ് അവർ പറഞ്ഞു, 2 ഓപ്ഷൻ അവർ തന്നു. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫിലിം കാണാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതായിരുന്നല്ലോ ലോക ചാപ്റ്റർ ടിക്കറ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഒരു ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ടിക്കറ്റ് ഞങ്ങൾ 2 ആക്കി. ഞങ്ങൾ 2 പേരും കൂടെ ഫിലിമിന് കയറി കേട്ടോ. പിന്നെ നല്ല ഫിലിമാണ്, ഒന്നും പറയാനില്ല. സാധാരണ 5 വയസ്സ് താഴെയുള്ള കുട്ടികളെ അങ്ങനെ ടിക്കറ്റ് എടുക്കാതെ അലൗ ചെയ്യാറില്ല കേട്ടോ. ഇത് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് അവർ പൊയ്ക്കോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നല്ലൊരു ഫിലിമായിരുന്നു, ഒരു രക്ഷയില്ല. കണ്ട് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. കാരണം നെസ്ലി എന്ന് പറയുന്നത് നമുക്ക് പണ്ടത്തെ ദിലീപിൻ്റെ ഒക്കെ ഒരു കോമഡി നമുക്ക് ആ മുഖത്ത് കാണാൻ പറ്റിയൊരു ആക്ടർ തന്നെയാണ്. എവിടെയൊക്കെയോ ഒരു ദിലീപിൻ്റെ ആ ഒരു ആക്ടിങ് സ്റ്റൈലാണ് കേട്ടോ നെസ്ലിനിൽ എനിക്ക് തോന്നിയത്. പിന്നെ കല്യാണി പ്രിയദർശൻ, അത് പറയാനൊന്നുമില്ല കേട്ടോ. ഇത്രയും എന്താ പറയുക, നമ്മളവിടെ പിടിച്ചിരുത്തിയത് ഈ 2.5 മണിക്കൂർ നമ്മളവിടെ പിടിച്ചിരുത്തിയത് ആ ഒരു പെർഫോമൻസ് മാത്രമാണ്. അത്രയ്ക്കും സൂപ്പർ ഫിലിമാണ്. ഇനി നിങ്ങൾ ഈ ഒരു ഫിലിം കണ്ടിട്ടില്ല എങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. ഒരു രക്ഷയില്ലാത്ത ഫിലിമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ഫിലിം.